Welcome 6th standard children. We'll continue with chapter 9, that is traders, kings and pilgrims. In the last video I've explained up to new kingdoms along the coast. New kingdoms I told you, that is in the Sangam poems, Moovendar, about Moovendar. Moovendar ആണ് മൂന്ന് പേര്, അതായത് the Cholas, Cheras, Pandyas. About that I explained to you all, and then I explained to you all about the Satvahanas. Satvahanas ആ dynasty ആയിരുന്നു പിന്നെ important powerful ആയത് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് പിന്നെ റൂളർ ആയിരുന്നു ഗൗതമിപുത്ര ശ്രീ സത്കർണി. ഇല്ല, അതായിരുന്നു. പിന്നെ അങ്ങനെ ഈ സത്വാന റൂളേഴ്സും അങ്ങനത്തെ ഒരു കുറച്ച് പേര് സത്വന റൂളേഴ്സും പിന്നെ ഈ ഗൗതമിപുത്ര ശ്രീ സത്കർണീനി എല്ലാവരും കൂടിയായിരുന്നു they were known as the lords of the ദക്ഷിണപാത. ഞാൻ പറഞ്ഞില്ലേ, ദക്ഷിണപാത എന്നാണ് the way to the south. ദക്ഷിണ പറഞ്ഞാൽ മലയാളത്തിൽ സൗത്തിനാണ്. അതായത് പിന്നീട് ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് എ നെയിം ഫോർ ദ എൻറ്റയർ സദേൺ റീജിയൻ ഓഫ് ഇന്ത്യ. മനസ്സിലായില്ല, ആ ദക്ഷിണപാത. അപ്പം അതിൻ്റെ ലോർഡ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്, ഈ സത്വന റൂളറും മറ്റേ കുറച്ച് റൂളേഴ്സിനൊക്കെ. അത്ര വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ. നൗ ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ സ്റ്റോറി ഓഫ് ദ സിൽക്ക് റൂട്ട്. സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പട്ടുസാരി. ഇന്നത്തെ കാലം പട്ടുസാരിക്ക് ഭയങ്കര വിലയാണ് അല്ലേ, പട്ട് തുണിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ ദ സ്റ്റോറി ഓഫ് ദ സിൽക്ക് റൂട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ സിൽക്ക് എന്ന് പറയുന്നത് ഗ്ലോസി കളേഴ്സ് അല്ലേ, ഒരു തിളങ്ങുന്ന ഒരു കളേഴ്സും വിത്ത് എ സ്മൂത്ത് ടെക്സ്ചർ, നല്ല സ്മൂത്തും സോഫ്റ്റും ആയിരിക്കും അത് അന്നത്തെ കാലം ഹൈലി വാല്യൂഡ് ഫാബ്രിക് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്. അതേമാതിരി സിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് സിൽക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, റോ സിൽക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഫ്രം ദ കുക്കൂൺ ഓഫ് ദ സിൽക്ക് വേം. ഒരു പട്ടുനൂൽ പുഴു എന്ന് പറയും, അതിൻ്റെ അകത്തത്തെ കുക്കൂണിൽ നിന്നാണ്. എന്നിട്ട് ആ ഫൈബറിനെ സിൽക്കിനെ നമ്മൾ സ്പൺ ഇൻ ടു ത്രെഡ്, ആദ്യം ത്രെഡ് ആക്കും, പിന്നെ വോവൺ ഇൻ ടു ക്ലോത്ത്, എന്നിട്ടാണ് തുണിയാക്കുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു കേസാണ്. പിന്നെ അപ്പോൾ ഈ ടെക്നിക്സ് ഓഫ് സിൽക്ക്, ഈ സിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് പിന്നെ ആദ്യം കണ്ടുപിടിച്ചത് ചൈനക്കാർ. ഫ്രം ചൈനക്കാരാണ് ആദ്യം സിൽക്ക് കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് അറൗണ്ട് 7000 years ago എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്നിക് ഓഫ് മേക്കിംഗ് സിൽക്ക് ചൈനക്കാരാണ് ആദ്യമായിട്ട് സിൽക്ക് കണ്ടുപിടിച്ച 7000 years ago. എന്നാലും ആ രഹസ്യം അവർ മിണ്ടാതെ വെച്ചു. കണ്ടോ, അത് സീക്രട്ടായിട്ട് വെച്ചു. ഫോർ thousands of years അതവർ രഹസ്യമായിട്ട് വെച്ചു. പിന്നീട് ഈ ചൈനയിൽ നിന്ന് ആൾക്കാർ സിൽക്കുമായിട്ട് മറ്റേ രാജ്യത്തേക്ക് പോകാൻ തുടങ്ങി. എങ്ങനെയൊക്കെ കുതിരേൻ്റെ പുറത്തും ഒട്ടകത്തിൻ്റെ പുറത്തും, ഓൺ ക്യാമൽ ബാക്ക്, ഹോഴ്സ് ബാക്ക്, എന്തിന് സിൽക്കും കൊണ്ട് കച്ചവടം ചെയ്യണ്ടേ. എന്നിട്ട് അവരെ ആ വഴീനെയാണ് നമ്മൾ പറയുന്നത് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് അവരെ വഴി. അവർ സിൽക്കും കൊണ്ട് മറ്റേ രാജ്യത്തേക്കൊക്കെ പോകുന്ന ആ വഴിക്കാണ് നമ്മൾ പറയുന്നത് സിൽക്ക് റൂട്ട്. പിന്നെ കൂടാതെ ചൈനീസ് റൂളേഴ്സ് എന്താ ചെയ്തത്, ഈ സിൽക്കിൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുത്ത് ആർക്ക്? റൂളേഴ്സ് ഓഫ് ഇറാൻ, പിന്നെ വെസ്റ്റ് ഏഷ്യത്തെ റൂളേഴ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് സിൽക്ക് കൊടുത്ത്. അങ്ങനെയാണ് ആ സിൽക്കിൻ്റെ നോളേജ്, എങ്ങനെയാണ് സിൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു അറിവ് വെസ്റ്റിലേക്കൊക്കെ സ്പ്രെഡായത്. കണ്ട, പിന്നീട് 2000 years ago പറയുന്നത് അതൊരു ഫാഷനായി. ആരുടെയിൽ became the fashion among rulers, അതായത് രാജാക്കന്മാരുടെ ഇടയിലും പിന്നെ റിച്ച് പീപ്പിൾ ഇൻ റോമത്തെ റിച്ച് പീപ്പിളൊക്കെ അതൊരു ഫാഷനാക്കി സിൽക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് ബിക്കെയിം വെരി എക്സ്പെൻസീവ്. എന്തുകൊണ്ട് എക്സ്പെൻസീവ്? ചൈനയിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം ആ റൂട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെസേർട്ട് കൂടിയും മൗണ്ടൻസ് കൂടിയും ഡേഞ്ചറസ് റോഡ്സ് കൂടിയൊക്കെ അവർ താണ്ടി വരണം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവായി. പിന്നെ പീപ്പിൾ ലിവിങ്, അവർ വരുന്ന വഴിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഡിമാൻഡും ചെയ്തു പേയ്മെൻറ്റ്. ഈ പിന്നെ ട്രേഡേഴ്സ്, സിൽക്കുമായിട്ട് വരുന്ന ട്രേഡേഴ്സിനോടൊക്കെ അവർ ഡിമാൻഡ് ചെയ്തു. അതായത് അവരെ അങ്ങോട്ട് പാസ് ചെയ്യാൻ സമ്മതിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെയും കുറേ ഡിമാൻഡൊക്കെ ചെയ്തു. പിന്നെ ചില രാജാക്കന്മാരൊക്കെ അന്നത്തെ കാലം ഈ സിൽക്ക് റൂട്ടിനെ അവരെ കൈവശമാക്കി.
കണ്ട, കൺട്രോൾ ലാർജ് പോർഷൻ ഓഫ് ദ റൂട്ട്. അത് എന്തുകൊണ്ടാണ് അവരെ കൈവശമാക്കിയത്? അതായത് അത് കൂടെ പോകുന്ന സിൽക്കുമായിട്ട് പോകുന്ന ട്രേഡേഴ്സിൽ നിന്ന് അവർ ടാക്സ് വാങ്ങി, ട്രിബ്യൂട്ട്, ഗിഫ്റ്റൊക്കെ വാങ്ങി, കണ്ട, അലോങ് ദ റൂട്ട്. അതേമാതിരി അവർ തിരിച്ചെന്താ ചെയ്തത്? അവർക്ക് ട്രിബ്യൂട്ടും ഗിഫ്റ്റൊക്കെ ഈ ട്രേഡേഴ്സ് കൊടുത്തു. ആ തിരിച്ച് അവരെന്താ ചെയ്തത്? രാജാക്കന്മാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. അത് കൂടെ പോകുന്നത് ഈ കവർച്ചക്കാരൊക്കെ ഉണ്ടാവും, റോബേഴ്സൊക്കെ ഉണ്ടാവും, അവരിൽ നിന്ന് ഈ ട്രേഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതാ പറയുന്നത്. അപ്പോൾ ദ ബെസ്റ്റ് നോൺ റൂളേഴ്സ് ഹു കൺട്രോൾ ദ സിൽക്ക് റൂട്ട്. അന്നത്തെ കാലം ഒരു മത്സരമായിരുന്നു സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്യുന്നത്. അത് കുഷാനാസ്. കണ്ട, ഈ കുഷാനാസ്, ഐ ഡിഡ്ന്റ് റൈറ്റ്, കുഷാനാസ്. ദീസ് കുഷാനാസ് കൺട്രോൾഡ് ദ സിൽക്ക് റൂട്ട്. അവരെവിടെയാണ്? സെൻട്രൽ ഏഷ്യയാണ് അവർ ഭരിച്ചിരുന്നത്. 2000, ഇതൊക്കെ 2000 ഇയേഴ്സ് എഗോത്തെ കാര്യങ്ങളാണ്. അങ്ങനെ 2 മേജർ സെൻറ്റേഴ്സ് ഓഫ് പവറിൻ്റെ, അതായത് പേഷവാർ ആൻഡ് മധുര, അത് 2 ഇമ്പോർട്ടൻറ്റ് പവർഫുൾ സെൻറ്റേഴ്സ് ആയിരുന്നു. അതേമാതിരി താക്ഷീല, അതിൻ്റെ കൂടെ താക്ഷീലിയും ഉണ്ടായിരുന്നു, അവരെ കിങ്ഡമിൻ്റെ കൂടെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂറിങ് ദിയർ റൂൾ എ ബ്രാഞ്ചസ് എക്സ്റ്റെൻഡ്. അങ്ങനെ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് താഴോട്ടേക്ക്, ഇപ്പോൾ നമ്മൾ ഇന്ത്യ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, കണ്ട, അവിടെയാണ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ. അപ്പോൾ അവിടുന്ന് നേരെ താഴെ ഇൻഡസ് റിവറാണ് ഫ്ലോ ചെയ്യുന്നത്. ഇൻഡസ് റിവർ പോർട്ട് കൂടിയൊക്കെ അത് പരന്നു വന്നു സിൽക്ക് റൂട്ട്. ഡൗൺ ദ സീ പോർട്ട്സ് അറ്റ് ദ മൗത്ത് ഓഫ് ദ റിവർ ഇൻഡസ്, കണ്ട. അപ്പോൾ അവിടെയാണ് ഷിപ്പൊക്കെ വന്ന് പിന്നെ വെസ്റ്റ് വേർഡ് റോമൻ എംപയറിലേക്ക് സിൽക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, കണ്ടോ. അങ്ങനെ അപ്പോൾ അതിൻ്റെ മേലെ മനസ്സിലാക്കുക, കുഷാനാസിൻ്റെ കയ്യിൽ ഗോൾഡ് കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാം കുഷാനാസിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഗോൾഡ് കോയിൻസ് എത്തിയത്. ഈ ട്രേഡേഴ്സ് സിൽക്ക് കൊടുത്തിട്ട് സിൽക്ക് അവർ വാങ്ങാനായിട്ട് അവർ തിരിച്ച് ഗോൾഡ് കോയിൻസ് കൊടുത്ത്. അപ്പം അന്നത്തെ കച്ചവടം. അപ്പോൾ കുഷാനാസിൻ്റെ കൈമലായിരുന്നു റോമൻ ഗോൾഡ് കോയിൻസ് എന്ന് പറയുന്നത്. അതെ, ഇഷ്യൂ ഗോൾഡ് കോയിൻസ്. പിന്നെ നെക്സ്റ്റ് വാട്ട്? ദ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം. അപ്പോൾ അന്നത്തെ കാലം 2000 ഇയേഴ്സ് എഗോ ദ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം. അപ്പോൾ ദ മോസ്റ്റ് ഫേമസ് കുഷാന, ആ കുഷാന റൂളറിനടുത്ത് ഫേമസ് റൂളറായിരുന്നു, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, കനിഷ്ക. കനിഷ്ക ആയിരുന്നു ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദ ഫേമസ് കുഷാന റൂളർ. കുഷാന ഡിനസ്റ്റിത്തെ ഇമ്പോർട്ടൻറ്റ് റൂളായിരുന്നു കനിഷ്ക. അപ്പോൾ കനിഷ്ക വാസ് എ ഫോളോവർ ഓഫ് ബുദ്ധിസം. അപ്പം ആ കനിഷ്ക റൂളർ ബുദ്ധിസമിന് നല്ല പ്രാധാന്യം കൊടുത്തു, കണ്ടോ. അപ്പോൾ ഹി ഫോംഡ് എ ബുദ്ധിസ്റ്റ് കൗൺസിൽ. എന്നിട്ട് അവിടെ എല്ലാ സ്കോളേഴ്സ്, നല്ല അറിവുള്ള ആൾക്കാരൊക്കെ ഒത്തുചേർന്നു ടു ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അതിൽ വെച്ചിട്ടാണ് ഒന്നൊരു പോയറ്റ് അശ്വഘോഷ. അശ്വഘോഷ എന്ന് പറഞ്ഞൊരു പോയറ്റാണ്, ഒരു കവിയായിരുന്നു അന്നത്തെ കാലം. അയാളെ ഈ കനിഷ്കൻ്റെ കീഴിലുള്ള ഒരു പോയറ്റായിരുന്നു. ആ പോയറ്റ് എന്താണ് എഴുതിയത്? ബുദ്ധചരിത, അതായത് ബുദ്ധൻ്റെ ചരിത്രം. ഹി ലിവ്ഡ് എ ബയോഗ്രാഫി ഓഫ് ബുദ്ധ. ദാറ്റ്സ് വാട്ട് ഇൻ ഇംഗ്ലീഷ് വിൽ സേ ബയോഗ്രാഫി. ദാറ്റ് ഇസ് എ മലയാളം ബുദ്ധചരിത എഴുതിയ അയാൾ. അത് ആരെ കീഴിലായിരുന്നു? ഈ കനിഷ്ക രാജാവിൻ്റെ കീഴിൽ. Ashwagosha and other Buddhist scholars are now began writing in Sanskrit also, they are telling. പിന്നെ a new form of Buddhism ആണ് Mahayana Buddhism. പുതിയ തരത്തിലുള്ള ബുദ്ധിസം. അതെന്തുകൊണ്ടാണ് പുതിയത് പറഞ്ഞാൽ പണ്ടൊക്കെ അതിനേക്കാളും മുന്നൊക്കെ എങ്ങനെയാണ് അവർ പിന്നെ ബുദ്ധൻ്റെ പ്രസൻസ്, അതായത് ഇങ്ങനെ ഒരു ബുദ്ധ എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അതൊക്കെ എല്ലാവർക്കും ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തത്? ദേ സ്കൾപ്ചർ, കൊത്തുപണികളായിരുന്നു. കൊത്തുപണികൾ, അതായത് ഒരു പീപ്പിൾ ട്രീ, അതായത് പീപ്പിൾ ട്രീൻ്റെ ചുവട്ടിൽ നിന്നാണ് അയാൾക്ക് അറിവ് കിട്ടിയത്. എൻലൈറ്റ്മെൻറ്റ്, isn't it? എൻലൈറ്റ്മെൻറ്റ്. കുറേ കാലം മെഡിറ്റേറ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസമാണ് അയാൾ പീപ്പിൾ ട്രീൻ്റെ അടിയിൽ നിന്ന് അയാൾക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത്, ഒരു പെട്ടെന്നൊരു അറിവ്. അതൊക്കെ ഒരു സ്കൾപ്ചർ കൂടെ അവർ വരച്ചതായി. ആ ചിത്രമാണ് ഇവിടെ കാണുന്നത്. on page 95 you can see the sculpture about Buddha, the people tree ഒക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ കാലം പണ്ട് കാണിച്ചത്. പക്ഷേ ഈ മഹായാന ബുദ്ധിസത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ഫീച്ചേഴ്സാണ്, ഒന്ന് ബുദ്ധൻ്റെ ബിംബങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദ സ്റ്റാച്യൂസ് ഓഫ് ബുദ്ധ. അതാണ്, അതായത് മെനി ഓഫ് ദം വേ മെയ്ഡ് ഇൻ മധുര വൈൽ അതേഴ്സ് വേ മെയ്ഡ് ഇൻ താക്ഷീല. അവിടെ നിന്നൊക്കെ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ്
ഈ മഹായാന ബുദ്ധിസമിൻ്റെ ഫീച്ചേഴ്സ്. ഒന്ന്. രണ്ടാമത്തെ എന്താണ്? ദ ബിലീഫ് ഓഫ് ബോധിസത്വാസ്. ബോധിസത്വാസ് എന്ന് പറയുന്നത് അവരൊക്കെ ഈ ബുദ്ധിസം ഫോളോ ചെയ്തിട്ട് അവർക്ക് ഇതേമാതിരി ബുദ്ധൻ്റെ മാതിരി എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആൾക്കാരാണ്. അവർക്ക് ഒരു അറിവ്, വൺസ് ദേ അറ്റൈൻ എൻലൈറ്റ്മെൻറ്റ്, അവരങ്ങനത്തെ ആൾക്കാരായിരുന്നു ബോധിസത്വാസ്. അപ്പോൾ ദേ ലിവ്ഡ് ഇൻ കംപ്ലീറ്റ് മെഡിറ്റേഷൻ ആൻഡ് ഐസൊലേഷൻ ഒറ്റക്ക് തനിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചിലരൊക്കെ ഇൻസ്റ്റെഡ് ഓഫ് മെഡിറ്റേറ്റിംഗ് ആൻഡ് ലിവിങ് ഇൻ ഐസൊലേഷൻ അവരെന്താ ചെയ്തത്? ദേ ബിഗാൻ ടു ടീച്ച് പീപ്പിൾ, മറ്റവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് ഈ പ്രിൻസിപ്പിൾസൊക്കെ ബുദ്ധിസമിൻ്റെ ദ വേർഷിപ്പ് ഓഫ് ബോധിസത്വാസ് ബിക്കെയിം വെരി പോപ്പുലർ. ആൻഡ് ഈ ബോധിസത്വൻ്റെ വേർഷിപ്പൊക്കെ എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത്? ഇൻ സെൻട്രൽ ഏഷ്യ, ചൈന, ലേറ്റർ ടു കൊറിയ, ജപ്പാനിലൊക്കെ സ്പ്രെഡ് ചെയ്തെന്നാണ് പറയുന്നത്. ബുദ്ധിസം ഓൾസോ സ്പ്രെഡ് ഇൻ വെസ്റ്റേൺ ആൻഡ് സദേൺ ഇന്ത്യ. പിന്നെ ഡസൻസ് ഓഫ് കേവ്സ്. അന്നത്തെ കാലം ഈ ബുദ്ധിസ്റ്റ് മങ്സൊക്കെ എവിടെയാണ് ജീവിച്ചത്? ഈ ഗുഹയിൽ അവരുണ്ടാക്കിയത്. കേവ്സ് വേ ഹോളോഡ് ഔട്ട് ഓഫ് ഹിൽസ്. കുന്നിൻ്റെ ചെരുവിലൊക്കെ കേവ്സൊക്കെ ഹോളോ ചെയ്ത് അവിടെയാണ് ബുദ്ധിസ്റ്റ് മങ്സ് താമസിച്ചത്. കണ്ടോ? സം ഓഫ് ദ കേവ്സ് മെയ്ഡ് ഇൻ ഓർഡർ. ചില രാജാക്കന്മാരും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ കേവ്സൊക്കെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇത് എവിടെയാണ് കേവ്സ്? അധികം ത്രൂ ദ വെസ്റ്റേൺ ഗാർഡ്സ്. പാസസ്. Now what are passes? PASSES. പാസസ് എന്ന് പറഞ്ഞാൽ ഒരു വഴി മാതിരി ഉണ്ടാവും. അതായത് മലകളുടെ ഇടുക്ക് കൂടെ ഒരു വഴി, അതിനാണ് പാസസ് എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പാസസിൻ്റെ അടുത്തൊക്കെയാണ് ഈ മൊണാസ്ട്രീസും കേവ്സൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടിയാണ് പ്രധാനപ്പെട്ട റോഡ്, സിറ്റി റോഡും ഈ ട്രേഡ് റൂട്ട്, കച്ചവടത്തിൻ്റെ റൂട്ടൊക്കെ അതുകൂടിയാണ് പോവുക. അപ്പോൾ കുറേ ട്രേഡേഴ്സ് ഈ മൊണാസ്ട്രീസിലും കേവ്സിലൊക്കെ താമസിച്ച് അവർക്കും ഒരു അറിവ് കിട്ടി. കണ്ടോ? അങ്ങനെ ബുദ്ധിസം അങ്ങനെയും സ്പ്രെഡായി. പിന്നെ ബുദ്ധിസം ഓൾസോ സ്പ്രെഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ, അതായത് ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലാൻഡ്, അവിടെയൊക്കെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ദ ഓൾഡർ ഫോം ഓഫ് ബുദ്ധിസം അവർ പറയുന്നുണ്ട്. അതാണ് തേരവട ബുദ്ധിസം. അതൊരു പഴയ രീതിയിലുള്ളൊരു ബുദ്ധിസമാണ്. മറ്റേ പുതിയ രീതിയാണ് മഹായാന ബുദ്ധിസം. തേരവട ബുദ്ധിസം ദറ്റ് വാസ് പോപ്പുലർ ഇൻ ദോസ് ഏരിയാസ്. അപ്പോൾ അത്ര വരെ ഞാൻ ഈ സെക്കൻഡ് പാർട്ടിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ നമ്മൾ ലെസൺ വായിക്കണം. യു ഹാവ് ടു ലിസൺ ടു ദ വീഡിയോ, വാച്ച് ദ വീഡിയോ വെരി വെൽ ചിൽഡ്രൻ. Okay, and I'll complete in the next video. Thank you, children.